ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ സൗദിയിൽ എത്തിയതിന് ശേഷം വീക്ക്ലി വൺസ് ഞാൻ ചെയ്യാറുള്ള ഒരു ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ റൊട്ടീനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അത് വീക്ക്ലി വൺസ് നല്ല പോലെ തലയിൽ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. അത് എനിക്ക് നല്ല ബെറ്റർ റിസൾട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിപ്പം ഈ ഒരു 3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെയ്യാറുണ്ട്. നാട്ടിൽ വെച്ച് ഞാൻ ഹെയർ കെയറും സ്കിൻ കെയറും ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നുമ്പം ഒക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ കറക്റ്റ് ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു റീസൺ എന്താണെന്നറിയോ? എനിക്ക് സമയമില്ല ചെയ്യാനെന്നുള്ളതാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്കത് സമയമില്ലാഞ്ഞതല്ല, ഞാൻ മടിച്ചിട്ട് ചെയ്യാത്തതാണ് എന്നുള്ളത്. കാരണം നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ചെയ്യാനുണ്ട്. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മോൻ്റെ കാര്യം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുകയും ചെയ്യും. എനിക്ക് സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യാനും സമയം ഇപ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ സമയം കിട്ടാറുണ്ട് എന്ന് പറയുന്നതല്ല ശരിക്കും അതിൻ്റെ ശരി. ഞാൻ സമയം കണ്ടെത്തുന്നു എന്നതാണ് ശരിക്കും പറയേണ്ടത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഹെയർ ഫോൾ, എനിക്ക് നാട്ടിൽ വെച്ച് ഹെയർ ഫോൾ ഉണ്ടെങ്കിലും അതിഭീകരമായ ഒരു ഹെയർ ഫോളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് ഹെയർ പൊഴിയുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, എന്താ ചെയ്യുക, എനിക്ക് സമയമുണ്ടോ? എനിക്ക് സമയം ഇല്ലല്ലോ, ഞാൻ എപ്പോൾ ചെയ്യും? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ സ്ത്രീകളുടെ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവും, പക്ഷെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഹെയർ കെയർ, സ്കിൻ കെയർ, നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് സമയം ഉണ്ടാവില്ല. അത് മറ്റാരുടെയും തെറ്റല്ല കേട്ടോ, നമ്മുടെ മാത്രം തെറ്റാണ്. എൻ്റെ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചോ? എന്നെപ്പോലെ ഇത്രയും നാളും സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നും ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും. അതിൽ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കണ്ടൊന്ന് മോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഹെയർ ഞാൻ നല്ലപോലെ ഹെയർ മസാജൊക്കെ ചെയ്തു. ഓയിൽ മസാജൊക്കെ ചെയ്തതിന് ശേഷം ഹെയറെല്ലാം ഒന്ന് കെട്ടി വെച്ചു. ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യുന്ന ദിവസം എൻ്റെ കിച്ചണിൽ ഏത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായിരിക്കും ഞാൻ അന്നത്തെ ദിവസം ചൂസ് ചെയ്യുക. ഇന്ന് ഞാൻ ടൊമാറ്റോ, ഇവിടെ തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ പാക്കുകളൊന്നും അല്ല അപ്ലൈ ചെയ്യുന്നത്, ജസ്റ്റ് ഫേസ് നല്ലപോലെ സ്ക്രബ് ചെയ്യുകയാണ്. ഷുഗർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയും. അടുത്ത് നമുക്ക് ഹെയർ വാഷിലേക്ക് കിടക്കാം. ഹെയർ വാഷിന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഈ കാണുന്ന ഷാമ്പൂ. എനിക്ക് നല്ല ബെറ്റർ റിസൾട്ട് തന്നൊരു ഷാമ്പൂ ആണ്. നമ്മുടെ ഫ്ലേക്കി ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്ക് നല്ല റിസൾട്ട് നൽകുന്ന ഒരു ഷാമ്പൂ ആണ്. സിലിക്കോൺ പാരബൻസ് എല്ലാം 0% ആണ് ഈ ഷാമ്പൂവിനകത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റാണ് ഹെയർ ഫുഡിൻ്റെ നമ്മുടെ കണ്ടീഷണർ. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത കണ്ടീഷണറിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കണ്ടീഷണറാണ് ഇത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഹെയർ അവിടെ കിടക്കും. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ്. നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ. ഇതും സൾഫേറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ്. ഫേസിൽ ഞാൻ സോപ്പ് യൂസ് ചെയ്യില്ല, ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്തത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഹിമാലയയുടെ കാജലിട്ട കടയെല്ലാം ഒന്ന് എഴുതി. പിന്നെ നമ്മുടെ ലെബല്ലോയുടെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലിപ് ബാമൊക്കെ ഇട്ട് ചുണ്ടൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു. പിന്നെ നമ്മുടെ ഐലൈനർ കൊണ്ടൊരു കുഞ്ഞി പൊട്ട് ഇട്ടു. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ കോമ്പ് യൂസ് ചെയ്യില്ല. മുടിയൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കോമ്പ് യൂസ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ കൈ കൊണ്ടൊന്ന് മുടിയിലെ ചിടക്കെല്ലാം ഒന്ന് കളഞ്ഞു ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുകയാണ്. ഇങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇച്ചിരി കുങ്കുമൊക്കെ ഇട്ടു. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ജോൺസിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. നല്ലൊരു ബോഡി ലോഷനാണ്. നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് പിടിക്കും. അതായത് നമുക്ക് പിന്നെ ഒരു ബോഡി ലോഷൻ ഇട്ടൊരു ഫീല് കിട്ടില്ല, നല്ലൊരു സ്മെല്ല് മാത്രമായിരിക്കും. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ബോഡി ലോഷൻ.
ഇനി നമുക്കൊരു കുഞ്ഞു ചന്ദനക്കുറിയും കൂടി ഇട്ടാൽ എന്നാലല്ലേ നമ്മുടെ ലുക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.